ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ. റഷ്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതി മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഭീഷണിയുമായി എത്തിയത്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉറപ്പെന്നും മുഹമ്മദ് ഖാലിദ്. അതേസമയം പഹൽഗാമിൽ ആക്രമണത്തിൽ ഭീകരർക്കായി NIAയുടെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് NIA. ഭീകരാക്രമണത്തിന് 15 ദിവസം മുമ്പ് പഹൽഗാമിൽ കട തുടങ്ങിയ വ്യാപാരിയെ ചോദ്യം ചെയ്യുന്നു. ഭീകരാക്രമണ ദിവസം ഇയാൾ കട തുറന്നില്ലെന്നും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാന് വല്ലാത്ത ഭയമാണല്ലേ? ഈ ആണവായുധ ഭീഷണി നിരന്തരമായി ഉയർത്തുകയാണ്. ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിയോ ഭീകര കേന്ദ്രങ്ങളെ, ക്രോസ് ബോർഡർ ടെററിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നേരിട്ടുള്ള സൈനിക നടപടികളെല്ലാം തുടങ്ങുന്നതിന് മുൻപേ പാകിസ്ഥാന്റെ ഓരോ ആളുകളുടെയും ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് തന്നെ പറയാം. ആദ്യം മന്ത്രിയാണ് ഭീഷണി. ഇപ്പോൾ റഷ്യയിലുള്ള പാകിസ്ഥാൻ്റെ സ്ഥാനപതിയാണ് തങ്ങൾ എല്ലാ സ്പെക്ട്രമും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അണുവായുധ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പറയുന്ന ടെക്നിക്കൽ പെരനസ് സ്പെക്ട്രം വാർ അത് ഉപയോഗിക്കുമെന്നാണ് റഷ്യയിലുള്ള പാകിസ്ഥാൻ്റെ സ്ഥാനപതി വ്യക്തമാക്കിയത്. ഇത് പാകിസ്ഥാൻ്റെ ഭയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സന്ദേശമാണ് എന്നാണ് ഇന്ത്യയിലെ മിലിറ്ററി വിലയിരുത്തുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഈ പ്രകോപനം അതിർത്തിയിൽ ഇന്ന് 8 സ്ഥലങ്ങളാണ് ബിനിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനമില്ലാതെ യന്ത്രത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചത്. ജമ്മു കാശ്മീരിൻ്റെ നിയന്ത്രണ രേഖ മുഴുവൻ പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാനിലെ റേഞ്ചറെ BSF രാജസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ BSF ജവാനെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തടവിലാക്കിയിരിക്കുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ റേഞ്ചറെ ഇന്ത്യൻ സേന തടവിലാക്കിയിരിക്കുന്നത്. അത് രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ വെച്ചാണ് ഇതൊരു സംഭവം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണ കേസിൽ NIA ശക്തമായ അന്വേഷണം നടത്താണ്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് NIA നടത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്രമണം നടക്കുന്നതിന് 15 ദിവസം മുമ്പ് ഒരാൾ പഹൽഗാം ടൗണിലെത്തുകയും അവിടെ ഒരു കട വാടകയ്ക്ക് എടുക്കുകയും ചെയ്യുന്നു. കാരണം ഇതിനു മുമ്പേ യാതൊരു വിധത്തിൽ കച്ചവടവും അല്ലെ ബിസിനസ്സും നടത്താത്ത ഒരു വ്യക്തിയാണ് ഇക്കാര്യത്തിൽ ഒരു കട എടുക്കുന്നത്. പഹൽഗാം ആക്രമണം നടക്കുന്ന അന്നേ ദിവസം കട പൂട്ടിയെടുക്കുന്നു. അതിന് 3 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും തുറക്കുന്നു. ഇതാണ് മറ്റു കച്ചവടക്കാരും അതേപോലെ തന്നെ NIAക്കും സംശയത്തിലേക്ക് വരുന്നത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാങ്ക് അക്കൗണ്ടുകളും അതേപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് സർവീലൻസും ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിവരം NIA അന്വേഷണത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ 4 പേരാണ് കൊലപാതകത്തിന് നടന്ന ഭീകരന്മാർ. ഇതിൽ 2 പേരും 2 ഗ്രൂപ്പുകളായിട്ടാണ് ഈ കൂട്ടക്കൊല നടത്തിയത്. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് മുകളിലേക്ക് വെടിവെക്കുകയും തുടർന്ന് രണ്ട് പേരടങ്ങുന്ന തീവ്രവാദി സംഘം ഈ ടൂറിസ്റ്റുകളെ രക്ഷിക്കാനെന്ന വ്യാജേന ഇവരെ ഫുഡ് കോർട്ടിലെത്തിക്കും. അവിടെ വെച്ച് രണ്ടാമത്തെ സംഘം കൂട്ടക്കൊല നടത്തുകയാണ് ചെയ്തത്. ഇതാണ് അതിന്റെ ആസൂത്രണം. അതങ്ങനെയാണ് നടപ്പിലാക്കിയത്. ഭീകരർക്കായുള്ള തിരച്ചിൽ ഇന്ത്യ തുടരുന്നതിനിടയിൽ പ്രാദേശിക തലത്തിൽ ബന്ധങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഭീകരർ മറ്റു രൂപങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? മറ്റ് ഐഡന്റിറ്റികളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ NIA പരിശോധിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാൻ അവരുടെ ഭയം ആവർത്തിച്ച് വെളിവാക്കുകയാണ്. ആണവായുധ ഭീഷണി ഇന്ത്യക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ്. താങ്ക് യു. ശരത്ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വിശദമായി നൽകിയത്.